വന്ധ്യയെന്ന് പറഞ്ഞ അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ. മകളെ, നീ സമാധാനമായിരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമ്മേ, എലിസബത്തും ഗർഭിണിയായിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് എന്റെ സന്തോഷം പങ്കുവയ്ക്കട്ടെ. ദൈവത്തിന് സ്തുതി. നീ ഉടൻ തന്നെ അവിടെ ചെന്ന് അവളെ പരിചരിക്കുക. എന്റെ അന്വേഷണവും എലിസബത്തിനെ അറിയിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ച ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊണ്ടു. പക്ഷേ മറ്റൊരു 2 ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച ഭാഗ്യവതി. മറ്റെല്ലാ സ്ത്രീകളെക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. അറിയാം, നീ ഈ ദിവ്യപൈതലിന്റെ മാതാവാകും. പക്ഷേ ഏമേതെങ്ങനെയായിരുന്നു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ പിടിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വന്നതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞ് മടങ്ങി പോകുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ പരിചരിക്കാനോ? ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ? എളിയമ്മയെ പരിചരിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ. മഹാരാജാവസ്ഥ സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ ജനങ്ങളും അവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതിച്ചേർക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം കടുത്ത ശിക്ഷാനടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ കുഞ്ഞിനെ നോക്കി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പീഡനത്തിൽ ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രാജകൽപ്പനയാണ്, അതെനിക്കുമറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. ഭയപ്പെടേണ്ട. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഏറ്റവും ശിശുവിന്റെ
ഹെറോദേസ് രാജാവിന് പ്രണാമം. നമ്മുടെ ദേശത്ത് ഏതോ പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന് മൂന്ന് ജ്ഞാനികൾ വന്ന് നമ്മെ അറിയിച്ചു. അവരെ പിന്തുടരുക. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടെന്നറിഞ്ഞാൽ തൽക്ഷണം ആശിസിനെ വധിക്കുക. ഉൾക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. തമ്പുരുവും കിന്നരവും താളവുമായി പാടും തമ്പുരുവും കിന്നരവും താളവുമായി.